നമസ്കാരം കൂട്ടുകാരെ. എന്താണല്ലേ സർക്കാരും പോലീസും ഒക്കെ ലഹരി വിമുക്ത കേരളമാക്കാൻ ബോധവൽക്കരണ ക്ലാസുകളുമൊക്കെ നടത്തിയിട്ട് ദിവസേന മരണസംഖ്യ കൂടി വരുന്നതല്ലേ ഉള്ളൂ. ലഹരി ഉപയോഗിക്കുന്നവർ എത്ര ക്രൂരമായിട്ടാണ് മാതാപിതാക്കളെ കൊന്നൊടുക്കുന്നത്. ഇനി എന്തൊക്കെ രീതിയിൽ ബോധവൽക്കരണം നടത്തിയാലും അവനവൻ തന്നെ വിചാരിക്കണം നന്നാകണമെങ്കിൽ. എനിക്കൊരു കുടുംബമുണ്ട്, എൻ്റെ മുന്നിൽ നല്ല മനോഹരമായ ജീവിതമുണ്ട് എന്നോർക്കണം. സ്വന്തം അമ്മയെ ക്രൂരമായി കൊന്ന മകൻ. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ശിക്ഷ നടപ്പാക്കണം. ഇനി ഒരാളും ഇതുപോലെ ചെയ്യാൻ തോന്നിക്കാത്ത വിധം ഭയക്കുന്ന രീതിയിൽ ശിക്ഷിക്കണം. അങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അങ്ങനെയാകുമ്പോൾ നിയമത്തെ പേടിച്ചെങ്കിലും കുറേയൊക്കെ മാറ്റം വരും. സ്വന്തം മക്കൾ ലഹരി ഉപയോഗിക്കുന്നത് മറച്ചു പിടിക്കുന്ന മാതാപിതാക്കളോട് ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വിനയാകരുത്. അറിയിക്കേണ്ടവരെ അറിയിക്കുക, ചികിത്സ നൽകി പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ലഹരി വാങ്ങാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ മറ്റു തെറ്റിലോട്ട് അവരെ പോകാതെ ഇരിക്കാൻ കൂടി വേണ്ടിയാണ് ഈ പറയുന്നത്. ലഹരി ഉപയോഗത്തിലൂടെ ഒരുപാട് കുട്ടികൾ നശിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഉറവിടം എവിടെ നിന്ന് എന്ന് കണ്ടെത്താൻ സർക്കാരിനും പോലീസിനും കഴിയത്തില്ലേ? കഞ്ചാവും മറ്റും കോടിക്കണക്കിന് രൂപയുടെ പിടിക്കുന്നു എന്ന് ന്യൂസ് കാണാറുണ്ട്. എവിടെ നിന്ന് എന്നത് അറിയാൻ കഴിയില്ലേ? പൂർണ്ണമായും മദ്യവും മയക്കുമരുന്നും നിർത്തലാക്കണം. എങ്കിൽ മാത്രമേ ഈ നാടും നാട്ടുകാരും രക്ഷപ്പെടൂ.